8 വനിതകളാണ് അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെത്തിയിരിക്കുന്നത്. നീനാക്കുറുപ്പൊപ്പം ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്. അതിന് തന്നെ അഭിനന്ദനങ്ങൾ. പ്രസിഡന്റ് അടക്കം വനിതകൾ നേതൃനിരയിലേക്ക് വന്ന ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ കാണുന്നു? 17 പേരാണ് നമുക്ക് മെമ്പേഴ്സില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. അതിൽ 8 പേര് സ്ത്രീകളായത് ഒരു വളരെ നാച്ചുറലായിട്ടൊരു പ്രോസസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏതൊരു സ്ഥലത്തും ഇപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിലാണ് അവരുടെ മുന്നേറ്റം. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറലായിട്ടൊരു പ്രോസസ്സ് ആണെന്നല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് സ്ത്രീകൾ മുന്നിലേക്ക് വന്നത്. ഇപ്രാവശ്യമാണ് ഇത്രയ്ക്കും സ്ത്രീകൾ മത്സരിച്ചത്, അതുകൊണ്ട് അവർ ജയിച്ചു. സംഘടന പെണ്ണുങ്ങൾ വന്നതുകൊണ്ട് പ്രത്യേകത ഒരു പോസിറ്റീവ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സംഘടനയിൽ ആരാണെങ്കിലും, അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കുള്ളൂ. ഇവിടെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, നമ്മുടെ ഉദ്ദേശം അമ്മയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. മെമ്മറി കാർഡ് അടക്കമുള്ള വിവാദങ്ങൾ വലിയ ചർച്ചയായതാണ്. ഇവിടെ സ്ത്രീകൾ കുറച്ചുപേർ പരാതി പറഞ്ഞു. അത് എവിടെയെന്ന ചോദ്യമാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് നീനാക്കുറുപ്പിന്റെ അഭിപ്രായം? അമ്മയിലൊരു മെമ്പർ മറ്റൊരു മെമ്പറിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് അമ്മയുടെ ജനറൽ ബോഡിയിൽ സംസാരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ടൊരു ക്ലോസ് നമ്മുടെ ബൈലോയിലുണ്ട്. അതിനെ മറികടന്നിട്ട് ആരെങ്കിലും പുറത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പാത തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അത് ഉണ്ടോ ഇല്ല എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഓക്കെ, തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു പരാതികളൊക്കെ അതിനെനിക്ക് കമൻസ് പറയാൻ ഇഷ്ടമല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഐ വോണ്ട് ടു സ്റ്റിക്ക് ടു നമ്മുടെ അസോസിയേഷൻ്റെ ബൈലോസിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന അസോസിയേഷനാണ്. ഞാൻ അതിൻ്റെ വളരെ സന്തുഷ്ടയായ ഒരു ഭാഗമാണ്. അപ്പം അതിനെ മറികടന്നിട്ടൊരു ആ ബൈലോ മറികടന്നിട്ട് കമൻറ്റ് എനിക്ക് പറയാൻ ഇവിടെ ഇഷ്ടമില്ല. ശ്വേതയ്ക്കെതിരെ പോലും ഒരു വിചിത്രമായ കേസ് അതൊരു കോമാളിത്തരമായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പല റോളുകളും ചെയ്യേണ്ടി വരും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഏതൊക്കെ തരം റോളുകൾ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന്. അത് ഈ മലയാളത്തിൽ മാത്രമല്ല, എല്ലാ ഇന്ത്യൻ ഈ വിഷ്വൽ മീഡിയയിലുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ആക്ടിങ് മീഡിയയിലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു റോൾ ചെയ്തത് അത് വേറൊരു രീതിയിൽ അത് മാറ്റിയെടുത്ത് അതിന് വേറെ അർത്ഥങ്ങൾ കൊടുക്കുന്നത് ആ ചെയ്ത ആളുടെ ഒരു വിഡിത്തരമായിരുന്നു, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. നീനാക്കുറുപ്പാണ് നിലപാട് വ്യക്തമാക്കിയത്. ശ്വേതയ്ക്കെതിരായ കേസ് അതൊരു കോമാളിത്തരമാണ്, മെമ്മറി കാർഡ് വിഷയം സംഘടനയ്ക്കകത്ത് ഉയർത്തേണ്ട വിഷയമാണ് എന്നതാണ് അവർ വ്യക്തമാക്കിയത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.